ഇന്ന് ഈ ബീഡ് വെച്ചിട്ട് ചലഞ്ച് ചെയ്യാം. ഈ ബീഡ് വെച്ചിട്ട് എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ബീഡില്ലേ നല്ല ബീഡാണ്. എന്താ വെച്ചാൽ അങ്ങനെ പൊട്ടിപ്പോവത്തില്ല. നല്ലൊരു ക്രിസ്റ്റൽ നമ്മൾ ഗോലിയില്ലേ, കോട്ടി ഗോലി എന്നൊക്കെ പറയുന്ന ആ ഒരു മെറ്റീരിയൽ അതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിലത്ത് ഇട്ടാൽ തന്നെ ഇങ്ങനെ പൊന്തി ടിക് 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 അങ്ങനെ വരില്ലേ, അങ്ങനെ വരുന്നൊരു ബീഡാണ് കേട്ടോ. നല്ലൊരു ബീഡാണ്. അപ്പോൾ ആരെങ്കിലും ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ വാങ്ങിക്കോ, നല്ല ബീഡാണ്. അപ്പോൾ ആദ്യം തന്നെ കമ്മൽ ഉണ്ടാക്കുക. അതിന് വേണ്ടിയിട്ട് 2 പിൻ എടുത്തിട്ട് ആ 2 പിന്നിലും ഒന്നിൽ 2 ബീഡ് എന്ന രീതിയിൽ കോർത്തു. അതിനുശേഷം ഹൂക്കിൽ ആ രണ്ടും കൂടി കോർത്തെടുക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നില്ലേ, ഞാനൊന്ന് സ്പീഡാക്കിയിട്ട് വേഗം വേഗം എടുത്തതാണ്. ഈ രണ്ടും പിന്നും ഹൂക്കിൽ കോർത്തതിന് ശേഷം ഒരു നമ്മൾ ഹാങ് ചെയ്യുന്ന മെറ്റീരിയൽ ഇല്ലേ, അതിൻ്റെ മേളിൽ ഒരു ബീഡ് കോർത്തെടുക്കുക. അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഈ ബീഡ് കോർത്തെടുക്കാൻ. അപ്പോൾ അതൊന്ന് നേരെ വെച്ചിട്ട് കോർത്തെടുക്കണം. അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ റിസൾട്ട്. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടെന്ന് പറയണം. സിമ്പിളാണ്. അതേപോലെ വെയിറ്റ് ഇല്ല, നല്ല ചെറിയ രീതിക്ക് വെയിറ്റ് ഉണ്ട്. പക്ഷേങ്കിൽ ബീഡ്സിന് ഒരു കേടും പറ്റില്ല. നല്ലൊരു ബീഡാണ്, നല്ല ക്വാളിറ്റി ഉള്ളൊരു ബീഡാണ് കേട്ടോ. അടുത്തതൊരു ഹെയർ ബാൻഡാണ്. ഹെയർ ബാൻഡിന് വേണ്ടിയിട്ട് 2 ചെറിയ ബേസാണ് വേണ്ടത് കേട്ടോ. ഹെയർ ബാൻഡിൻ്റെ ബേസ് ചെറുത് തിന്നായിട്ടുള്ള 2 ബേസ് വേണം. ആ ഒരു 2 ബേസും കൂടി ഒരു ഭാഗം ഒരുമിച്ച് ഒട്ടിച്ച് വെച്ചതിന് ശേഷം തൊട്ടിപ്പുറത്തെ ഭാഗത്ത് ഒരു ബേസിൽ 3 ബീഡ് എന്നുള്ള രീതിയിൽ കോർത്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ മിക്സഡ് ആയിട്ടാണ് ബീഡ് കളറ് യൂസ് ചെയ്യുന്നത്. ഒരേ കളറല്ല, മിക്സായിട്ട് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ മിക്സായിട്ട് കളറാണ് കുറച്ചും കൂടി അവർക്ക് ഇഷ്ടപ്പെട്ടതെന്ന് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ആയതുകൊണ്ട് അങ്ങനെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിന് ശേഷം 2 ബേസും ഒരുമിച്ച് പിടിച്ചിട്ട് ഒരു ബീഡ് കോർത്തു. ഞാനിവിടെ ഒരു കണ്ണിൻ്റെ മോഡൽ പോലെ തോന്നിക്കുന്ന ഒരു ബീഡാണ് കോർത്തത്. അത് കോർത്ത് നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് തൊട്ട് മുമ്പേ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം കോർത്ത 6 ബീഡില്ലേ, ഒരു ഹെയർ ബാൻഡ് ബേസിൽ 3 വെച്ച് 2 ഹെയർ ബാൻഡ് ബേസിലും കോർത്തിട്ടില്ലേ. അപ്പോൾ അങ്ങനെ 6 ബീഡും നമ്മൾ സിക്സാഗ് ടൈപ്പില്ലേ, ആ ഒരു ടൈപ്പിൽ അറേഞ്ച് ചെയ്ത് വെക്കുക. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നവർ ഒന്നിൻ്റെ മുകളിൽ ഇങ്ങനെ ക്രോസ് ആയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചതിന് ശേഷം 2 ബേസും വെച്ചിട്ട് കോർത്ത ബീഡ് അതിലേക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ച ബീഡ് പിന്നെ അവിടുന്ന് ഡിസോർഡർ ആവില്ല, അവിടെ കറക്റ്റായിട്ട് നിൽക്കും. ഈ ഒരു മെത്തേഡ് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവാം. ഇതിലിനി വേറെ പ്രത്യേകിച്ച് ടാസ്ക്കൊന്നുമില്ല കേട്ടോ. ഈ ഒരു മെത്തേഡ് മാത്രം മനസ്സിലാക്കിയാൽ മതി. പിന്നെ അറേഞ്ച് ചെയ്ത് വെച്ചതിന് ശേഷം 2 ബേസിൻ്റെ ഉള്ളിലൂടെ കോർക്കുന്ന ബീഡ് കോർക്കാൻ പാടുള്ളൂ, അതിൻ്റെ അടുത്തേക്ക് വെക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതാണ് ഫൈനൽ റിസൾട്ട്. നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ. പിന്നെ ഇതൊരു ഭയങ്കര ഒരു കണ്ണിലടിക്കുന്ന കളറൊന്നല്ല, ഒരു ഡിമ്മായിട്ടുള്ള കളറാണ്. എന്നാലും നല്ല ഭംഗിയാണ്. ഈ ഒരു കളർ തന്നെ ഇതിന് നല്ല ഭംഗി കൊടുക്കുന്നുണ്ട്. ഡാർക്ക് കളർ വേണമെന്നേ ഇല്ല. പിന്നെ അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് ഫൈനൽ റിസൾട്ട്. എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയുക, കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തത് ഞാൻ ചെയ്യുന്നത് ഒരു ബ്രേസ്ലെറ്റ് ആണ്. ഈ ബ്രേസ്ലെറ്റിന് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാനില്ല. എലാസ്റ്റിക് ത്രെഡിൽ ഇതേപോലെ എല്ലാ കളറും മിക്സ് ചെയ്തിട്ട് കോർത്തെടുക്കുക. നല്ല രീതിക്ക് ടൈറ്റായി കെട്ടി വെക്കുക. പിന്നെ എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഞാൻ ഗമ്മി യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഗമ്മ കൂടെ ആക്കിയിട്ട് ഒട്ടിച്ച് വെച്ചതിന് ശേഷം ബാലൻസ് വരുന്ന എലാസ്റ്റിക് കട്ട് ചെയ്തെടുത്ത് മാറ്റും. അത്രയേ ഉള്ളൂ. ഒരു സിമ്പിൾ ബ്രേസ്ലെറ്റ് ആണ്. അതുകൊണ്ട് തന്നെ വേറെ എക്സ്പ്ലനേഷൻ ഒന്നിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ ഈ വീഡിയോ പോലും കാണണ്ട, ആ ഒരു ബ്രേസ്ലെറ്റ് കണ്ടാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. എന്നാലും ഞാൻ വീഡിയോ എടുത്തതുകൊണ്ട് കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പോൾ ഇത് നല്ല രീതിക്ക് കെട്ടി വെക്കുക. ഇതാണ് കേട്ടോ ഇതിൻ്റെ ഫൈനൽ. എങ്ങനെയുണ്ട്, എല്ലാ കളറും വന്നപ്പോൾ തന്നെ അതിന് നല്ലൊരു ഭംഗിയില്ലേ. നമ്മൾ ചില സമയത്ത് നമ്മൾ വിചാരിക്കും എല്ലാ കളറും മിക്സ് ആയാൽ ഒരു ഭംഗി ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് ഒരേ കളർ ചെയ്യും. പക്ഷേങ്കിൽ അങ്ങനെയല്ല, മിക്സഡ് കളറിൽ ചെയ്യുമ്പോൾ വേറൊരു ഭംഗിയാണ് കേട്ടോ. നിങ്ങളങ്ങനെ ട്രൈ ചെയ്ത് നോക്കി. ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു കമ്മലാണ്. 2 പിൻ എടുക്കുക. 2 ബ്ലൂ ബീഡാണ് എടുത്തിട്ടുള്ളത്. 2ലും കോർത്തെടുക്കുക. പിന്നെ ഇതേപോലെ ഒരു ചെയിൻ എടുക്കുക. ആ ചെയിനിനെ നേരെ സെൻറ്ററിലേക്ക് മാറ്റിയിട്ട് പിന്നെ ഒരു ബീഡ് കൂടെ അതൊരു പിന്നിലേക്ക് ആക്കിയിട്ട് ആ സെൻറ്ററിൽ ഒരു ബീഡ് കോർത്ത് കൊടുത്തു. പിന്നെ നമ്മൾ ഹാങ് ചെയ്യുന്ന ആ മെറ്റീരിയൽ കൂടെ ആ ബീഡിൽ കോർക്കുക. അങ്ങനെ രണ്ടും ഉണ്ടാക്കി. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ, കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ ഞാനൊരു സിംഗിൾ വീഡിയോ ഇടാം. അപ്പോൾ മൊത്തത്തിൽ വീഡിയോ എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യണം. ബൈ.